വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ഇന്ന് നമ്മൾ കാറ്റഗറി 2-ൽ പാർട്ട് 3-ൽ വരുന്ന ഇംഗ്ലീഷ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 2023-ലെ നമ്മളെ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള കാറ്റഗറി 2-ലെ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Answer each question by choosing the correct answer from the options given. ജനറൽ ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ്. താഴെ ഓപ്ഷൻസ് തന്നതിൽ നിന്ന് നമ്മളെടുത്ത് കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറയാണ്. ഫസ്റ്റ് വൺ. Saurav was feeling a bit under the weather, so he decided not to go to work today. The idiom in the sentence means. ഈ ഒരു സെൻറ്റൻസിൽ തന്നിട്ടുള്ള ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ഇഡിയം ഓർ ഫ്രേസസ് എന്നൊക്കെ ഉള്ളത് അതിൻ്റെ മീനിങ്സ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ദ സൗരവ് വാസ് ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ. എ ബിറ്റ് അണ്ടർ ദ വെദർ എന്നുള്ളതാണ് ഇതിലെ ഇഡിയം എന്ന് പറയുന്നത്. എ ബിറ്റ് അണ്ടർ ദ വെദർ, സോ ഹി ഡിസൈഡഡ് നോട്ട് ടു ഗോ ടു വർക്ക് ടുഡേ. അപ്പോൾ ആ ഒരു എ ബിറ്റ് അണ്ടർ ദ വെദർ എന്നുള്ളതിൻ്റെ മീനിങ് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള? To feel responsible, to feel sick, to feel disappointed, to feel happy. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് നോക്കുന്ന അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ഫീൽ റെസ്പോൺസിബിൾ ആണെന്നുണ്ടെങ്കിൽ നോട്ട് ഗോ ടു വർക്ക് അതല്ല എന്നുള്ളത് പെട്ടെന്ന് ഉറപ്പിക്കാം. പിന്നെ ഫീൽ ഹാപ്പി, ഹാപ്പി ആണെങ്കിലും വർക്കിന് പോവാതെ അതുമല്ല അല്ലേ. പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടാവും ഫീൽ സിക്ക് ആണോ ഫീൽ ഡിസപ്പോയിൻറ്റഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ എ ബിറ്റ് അണ്ടർ ദ വെദർ എന്നുള്ളതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണ്? ടു ഫീൽ സിക്ക് എന്നറിയാം. ടു ഫീൽ സിക്ക്, ടു ഫീൽ സിക്ക്. എപ്പോഴും ഇഡിയംസ് ഫ്രേസസ് ഒക്കെ നന്നായിട്ട് നോക്കി. സിനോണിംസ് ആൻറ്റോണിംസ് ഒക്കെ നമുക്ക് വൊക്കാബുലറി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ വൊക്കാബുലറി ഒരുപാട് ഇഡിയംസ്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റെയിൻ ഹെവിലി എന്നുള്ളതിനാണ് നമ്മൾ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത് പറയാറുള്ളത്. അതേപടി കുറേ ഇഡിയംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റഗറി 2-ൽ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതെ ഇംഗ്ലീഷൊക്കെ എഴുതുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ 4-ൽ 3-ലൊക്കെ വരുന്നിട്ടുള്ള ജനറൽ ഇംഗ്ലീഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. അതേപടി ജനറൽ PSCകളിൽ വരുന്നിട്ടുള്ള ഇഡിയംസ്, ഫ്രേസസ്, ആൻറ്റോണിംസ്, സിനോണിംസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാറ്ററ്റ് ക്വസ്റ്റ്യനിൽ മേ ബി അതൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇഡിയംസ്, ഫ്രേസസ്, സിനോണിംസ്, ആൻറ്റോണിംസ്, ഓപ്പോസിറ്റ്സ് ഒക്കെ കുറേയൊക്കെ നോക്കി വെക്കുക തന്നെ വേണം നമ്മൾ. എന്നിട്ടായിരിക്കണം നമ്മൾ എക്സാമിന് പോവേണ്ടത്. ടു ഫീൽ സിക്ക് എന്ന അണ്ടർ ദ വെദർ മീൻസ് ടു ഫീൽ സിക്ക് എന്നുള്ള. Now, the wrongly spelt word among the options given is the wrongly spelt word. പിന്നെ നമുക്ക് വേറൊരു വൊക്കാബുലറി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സ്പെല്ലിംഗ് എറേഴ്സ്. അപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്പെല്ലിങ്സ് മിസ്റ്റേക്ക് ഉള്ളത് ഏതാന്നുള്ളതാണ്. എക്സ്പീരിയൻസ്, ഗൈഡൻസ്, ഒക്കറൻസ്, റെഫറൻസ്. ഗൈഡൻസ് എന്നുള്ള GUIDANC ആണ് ശരിക്കും ഗൈഡൻസ്. GUIDANC. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും ഈ ഗൈഡൻസിന് പ്രശ്നമൊന്നുമില്ലല്ലോ, കറക്റ്റ് അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ അങ്ങനെയുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് വേർഡ്സ് ആയിരിക്കും നമുക്കിങ്ങനെ മിസ്പെൽഡ് ആയിട്ടൊക്കെ തരുന്നത്. ദെൻ ബി നൈസ് ടു യുവർ ബ്രദർ, ഹി ആസ്ക്. ബി നൈസ് ടു യുവർ brother, he asked. Reported speech ആണ്. The sentence can be reported as be nice to your brother. What type of a sentence is this? Be nice to your brother. എല്ലാവർക്കും അറിയാം ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ. റിക്വസ്റ്റ്, ഓർഡർ ഒക്കെ വരുന്ന ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് നമ്മളെ ബി നൈസ് ടു യുവർ ബ്രദർ എന്നുള്ളത്. അപ്പോൾ ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ആദ്യം ആരാണോ പറഞ്ഞത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കണക്റ്റീവ് ആയിട്ട് ഒരു ടു ചേർക്കുക. എന്നിട്ട് ഡയറക്റ്റായിട്ട് ആ ഒരു സംഭവം കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഹി ആസ്ക്ഡ് മീ ടു ബി നൈസ് ടു മൈ ബ്രദർ എന്നാ പറയുക അല്ലേ.
ടു ബി, എൻ്റെ അടുത്ത് പറയാം, ഹി ആസ്ക്ഡ് മീ ടു ബി നൈസ് ടു മൈ ബ്രദർ. He asked me to be nice to his brother. He asked me to be nice to your brother. He asked me to be nice like my brother. അപ്പോൾ കറക്റ്റ് എന്താണ്? ടു ബി നൈസ് ടു മൈ ബ്രദർ. He asked me to be nice to my brother. ടു ആണ്, അതൊക്കെ കറക്റ്റാണ്. ഇവിടെ നമുക്ക് എന്ത് മാത്രമാണ്, ഈ ഒരു മൈ ആണോ ഹിസ് ആണോ ഇതിലാണ് കറക്റ്റായിട്ട് നമുക്ക് കണ്ടെത്താനുണ്ടായിരുന്നത്. അപ്പോൾ ടു മൈ ബ്രദർ എന്നാണ്. യുവർ ബ്രദർ എന്നുള്ളത് എന്തായി മാറും? മൈ ആയി മാറും അല്ലേ? ദെൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് പറയുന്ന സമയത്ത് ഫസ്റ്റ് സബ്ജക്റ്റ് കൊടുക്കും, റിപ്പോർട്ടിംഗ് വേർബ് കൊടുക്കും, എന്നിട്ട് ടു കൊടുക്കും, എന്നിട്ട് എന്താണ് ആ ഒരു ഗിവൺ സെൻറ്റൻസ് കൊടുക്കുക. നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, അതിലുള്ള സ്ലൈറ്റ് ചേഞ്ചസ്. ഇപ്പം നമ്മൾ യുവർ എന്നുള്ളത് മൈ ആയി, അത് ആ ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നൗ, so you finally bought a car. So you finally bought a car. So you finally bought a car, comma, dash. Choose the appropriate question tag. Question tag കൊടുക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ജനറലി അറിയാം, ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ ടെയിൽ ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മളെ ഒരു ഓക്സിലിയറി ഉണ്ടാവും. ആ ഒരു ഓക്സിലിയറി വെച്ചിട്ടായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ടാഗ് ആയിരിക്കും, ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടാഗ്, മീൻസ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കണം ടാഗ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഇനി ഓക്സിലിയറി നമുക്ക് കാണാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹിഡൻ ഓക്സിലിയറി എന്ന് പറയുന്നത് ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, വില്ല്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില സെൻറ്റൻസുകളിൽ നമുക്ക് ഓക്സിലിയറി കാണാൻ പറ്റില്ല. ഓക്സിലിയറി ഇല്ലാത്തതാണ്, ഹിഡൻ ആയിരിക്കും അതിൽ. അത് V1 ആണെന്നുണ്ടെങ്കിൽ അതിൽ ഡുവോ ഡെസോ ഉണ്ടാവും, V2 ആണെന്നുണ്ടെങ്കിൽ ഡിഡ് ഉണ്ടാവും എന്നുള്ളതാണ്. ഹിയർ സോ യു ഫൈനലി ബോട്ട് എ കാർ. അപ്പോൾ ഇതിൽ നമുക്ക് ഓക്സിലിയറി ആയിട്ടൊന്നും കാണാനൊന്നുമില്ല അല്ലേ? ഓക്സിലിയറി നമ്മുടെ കേസിൽ ഇല്ല. ആം, ഈസ്, ആർ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിലില്ല. നമുക്ക് ആകെ ഉള്ളത് ഈ ഒരു വെർബ് മാത്രമാണ് ഉള്ളത്, ബോട്ട് എന്നുള്ളത്. ബോട്ട് എന്നുള്ളത് ഏതിൻ്റെ വേർബാണ്, ഏതിൻ്റെ V2 ആണ്? ബൈയുടെ V2 ആണ് എന്ത്? ബോട്ട് എന്നറിയുന്നത് അല്ലേ? ബൈ എന്നുള്ള വേർഡിൻ്റെ V2 ആണ് ബോട്ട് എന്നുള്ളത്. അപ്പോൾ ഈ ബോട്ടിനെ നമ്മൾ പിരിച്ചെഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിഡ് പ്ലസ് ബൈ ആണ് എന്ത്? ദസ് ബോട്ട് എന്ന് പറയുന്നത്. ഡിഡ് പ്ലസ് ബൈ ആണ് എന്ത്? ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓക്സിലിയറി കിട്ടി. അപ്പോൾ ഡിഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ടാഗ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഡിഡ് ഇത് എന്താണ്? ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. നോട്ട് എന്നുള്ള വേർഡൊന്നും അതിലില്ല. അപ്പം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ടാഗ് ആയിരിക്കണം വേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിഡ് കൊടുത്തു, എന്നിട്ടൊരു നോട്ടിൻ്റെ കൺട്രാക്റ്റഡ് ഫോം ഡിഡിൻറ്റ് യു എന്നുള്ളതാണ്. സോ യു ഫൈനലി ബോട്ട് എ കാർ, ഡിഡിൻറ്റ് യു, ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നേരത്തെ പറഞ്ഞു. ഇപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് ആ ഒരു ഓക്സിലിയറി എടുത്തെഴുതുക, എന്നിട്ട് നോട്ടിൻ്റെ കൺട്രാക്റ്റഡ് ഫോം ഇൻറ്റ് എന്ന് കൊടുക്കുക, എന്നിട്ട് ആ ഒരു പ്രോനൗൺ എഴുതുക എന്നുള്ളതാണ്. ഒരിക്കലും അതാത് നെയിം എഴുതരുത് കേട്ടോ. പ്രോനൗൺ ആയിരിക്കണം നമ്മൾ ടാഗിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്. ദെൻ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്സിലിയറി വേർബും നേരിട്ട് പ്രോനൗണും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ്, നമ്മൾ നോക്കിയ സെൻറ്റൻസ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു നെഗറ്റീവ് ടാഗ് ആയിരുന്നു വേണ്ടത്. ഇപ്പോൾ പറഞ്ഞു ഓക്സിലിയറി നമുക്ക് കാണാനില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഹിഡൻ ആയിരിക്കും. അത് V1 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റൈറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ ഡു പ്ലസ് റൈറ്റ് ആണ്. റൈറ്റ്സ് എന്നാണെന്നുണ്ടെങ്കിൽ ഡെസ് പ്ലസ് റൈറ്റ് ആണത്. റോട്ട് എന്നുള്ളത് എന്താണ്? ഡിഡ് പ്ലസ് റൈറ്റ് ആണത് റോട്ട് എന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി നമ്മൾ V2 ആണെങ്കിൽ ഡിഡ് ഉണ്ടാവും എന്നുള്ളത് നമ്മളെ മൈൻഡിൽ ഉണ്ടായാൽ മതി. അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ടാഗ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, you can't succeed dash you work hard. You can't succeed dash you work hard. ഒരു ഇഫ് ക്ലോസ് കണ്ടീഷണൽ ആണ് അല്ലേ? ഇപ്പോൾ കണ്ടീഷണൽ ക്ലോസിന് ഇവിടെ ഇഫിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് വേർഡ് ആയിരിക്കണം അവിടെ വരേണ്ടത്. അത് ഇഫ് നോട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ അൺലെസ് ആണ് കേട്ടോ. അപ്പോൾ അൺലെസ്സിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ അൺലെസ് ഉള്ള സെൻറ്റൻസിൽ നമ്മൾ പിന്നെ നോട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള. യു കാൺട്ട് സക്സീഡ്
അൺലെസ് യു വർക്ക് ഹാർഡ് എന്നാണ് പറയാം. ആസ് വൈലി ഇഫ് അല്ല, ഇവിടെ നോട്ട് എന്നുള്ളൊരു വേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇഫ് അല്ല, ഇവിടെ ഇഫ് നോട്ട് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇഫ് നോട്ട് എന്നുള്ളതിൻ്റെ വേർഡാണ് അൺലെസ് എന്നുള്ളത്. അപ്പോൾ ഇഫ് അല്ല വൈലും ആസും ഒക്കെ നമ്മൾ കോസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈലും ആസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ദെൻ അൺലെസ് ആയിട്ടുള്ള കൺജങ്ഷനാണ് ഇവിടെ വരിക. യു കാൺ സക്സീഡ് അൺലെസ് യു വർക്ക് ഹാർഡ്. വേറൊരു കാര്യം ചിന്തിക്കുക, നമുക്ക് എപ്പോഴും ചിലപ്പം ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ അല്ലെങ്കിൽ ഇതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇവിടെ ഏതിലാണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ യു കാൺ സക്സീഡ് അൺലെസ് യു ഡിഡിൻറ്റ് വർക്ക് ഹാർഡ്, അൺലെസ് യു നോട്ട് വർക്ക് ഹാർഡ് എന്നൊക്കെ തരാറുണ്ട്. അപ്പോൾ അൺലെസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും പിന്നെ നോട്ട് ചേർക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മിസ്റ്റേക്കൊന്നും തോന്നില്ല. പക്ഷേ അൺലെസ്സിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കരുത്, നോട്ട് ചേർക്കരുത് എന്നുള്ളൊരു കാര്യം നമ്മുടെ മൈൻഡിൽ വേണം. ഇസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. കൺജങ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ കൺജങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കണക്റ്റീവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അൺലെസ് ഇഫ് നോട്ട് എന്നുള്ള മീനിങ് ആണ്. ഈസ് നോട്ട് ഫോളോഡ് ബൈ നോട്ട്. അൺലെസ്സിന് ശേഷം പിന്നെ നമ്മൾ നോട്ട് യൂസ് ചെയ്യുക ചെയ്യരുത്. നമുക്ക് ഇതിലെവിടെയാണ് മിസ്റ്റേക്ക്, ഈ ഒരു സെൻറ്റൻസിൽ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിലെപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ അൺലെസ് എന്നുള്ളത്. നമ്മൾ ഓർക്ക് പോലുമില്ല, ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഇതിന് എന്ത് മിസ്റ്റേക്കാണെന്ന് മേ ബി തോന്നും നമുക്ക്. പക്ഷെ അൺലെസ്സിന് ശേഷം ഒരു നോട്ട് അവിടെ ചേർത്തിട്ടുണ്ടാവും. അതായിരിക്കും അതിലുള്ള മിസ്റ്റേക്ക് എന്നുള്ളത്. ആസ്, സിൻസ്, ബിക്കോസ് എന്നൊക്കെയുള്ള ഒരു കോസ് പറയാനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ദെൻ we looked for the lost puppy everywhere. We looked for the lost puppy everywhere. The adverb in the sentence is. ഈ ഒരു സെൻറ്റൻസിലെ ആഡ്വേർബ് ഏതാന്നുള്ള. അപ്പോൾ ആഡ്വേർബ് എന്താണെന്ന് നമുക്കറിയാം. ആഡ്വേർബ് മീൻസ് എന്താണ്, വിച്ച് ക്വാളിഫൈസ് എ വേർബ് എന്നുള്ളതാണ്. ഒരു വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന സാധനമാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിൻ്റെ മുന്നേ adverb is a word that modifies a verb, adjective, adverb, determiner. ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഏത്, adverb എന്ന് പറയുന്നത്. ഇറ്റ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് സച്ച് ആസ് ഹൗ, എവിടെ, എങ്ങനെ, വെൻ, വേർ, ടു വാട്ട് എക്സ്റ്റെൻറ്റ്. ഇതിനൊക്കെയുള്ള മറുപടി നമുക്ക് എന്താണ്, ആഡ്വേർബ് എന്നായിരിക്കണം കിട്ടുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് വി ലുക്ക്ഡ്, ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ ലുക്ക്ഡ് എന്നുള്ളത് എന്താണ് ശരിക്കും, ഇവിടുത്തെ വേർബാണ്, ആഡ്വേർബ് അല്ല. ദെൻ പിന്നെ വരുന്നത് എവ്രിവെയർ ആണ്, പപ്പി നൗണാണ്, ലോസ്റ്റ്. ഓക്കെ, ഈ 4 വേർഡ്സാണ് നമുക്ക് ഓപ്ഷനിൽ തന്നത്. ഓക്കെ, ലുക്ക്ഡ് എന്നുള്ളത് വേർബാണെന്ന് അറിയാം. ലോസ്റ്റ് പപ്പി നൗണാണ്. അതിൻ്റെ ലോസ്റ്റ് മീൻസ് എന്താണ്, കാണാതായ എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ്, അത് അഡ്ജക്റ്റീവാണ്. ആ പപ്പിയുടെ അഡ്ജക്റ്റീവ്, ആ ഒരു നൗണിൻ്റെ അഡ്ജക്റ്റീവാണ് ലോസ്റ്റ് എന്നുള്ളത്. പിന്നെ എവ്രിവെയർ, എവിടെ എന്നുള്ളൊരു എവ്രിവെയർ, എല്ലായിടത്തും എന്നുള്ള. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആഡ്വേർബ് നമ്മളെടുത്ത് കണ്ടെത്താൻ പറയാം. ഈ 4 ഓപ്ഷനിൽ എവിടെ അല്ലെങ്കിൽ വെൻ, വേർ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് എന്നൊക്കെയുള്ള സംഭവങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നതാണ് എവ്രിവെയർ എന്നുള്ളത്. ഇതായിരിക്കും ഇതിലുള്ള ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, now next, the sentence Shiva was flying a kite. Shiva was flying a kite can be expressed without changing the meaning as. ഈ ഒരു സെൻറ്റൻസിന് മീനിങ് ചേഞ്ച് ചെയ്യാതെ നമുക്ക് എന്താക്കാൻ പറ്റും, എങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ എന്താണ്, പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പാസീവ് വോയിസിൻ്റെ എല്ലാ കോമൺ റൂൾസ് നമുക്കറിയാം. ഫസ്റ്റ് എന്തായിരിക്കും, ആ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് നമ്മൾ ഫസ്റ്റ് എഴുതും. സബ്ജക്റ്റ് ബൈ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ മെയിൻ ചേഞ്ചസ് ഇവിടെ ഒന്നും ഇപ്പം നമുക്ക് അതൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി, നമ്മുടെ വേർബിനുള്ള ചേഞ്ച് എന്താവും എന്നുള്ളത് മാത്രം. വേർബിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആക്റ്റീവിൽ നിന്ന് 8 ടൈപ്സ് ആണ് ഉള്ളത് നമുക്കറിയാം. 8 ടൈപ്സ് ഓഫ് ആക്റ്റീവ് ടെൻസിനെയാണ് നമുക്ക് പാസീവിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ റൈറ്റ് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ചേഞ്ചസാണ് വരിക എന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ആക്റ്റീവിൽ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് ആം, ഈസ്, ആർ ഇതിലേതെങ്കിലും ഒരു ഓക്സിലിയറി ഉണ്ടാവും പ്ലസ് V3. പാസീവിൽ വേറെ ഒന്നുമില്ല, വേറെ വേർബിൻ്റെ ഒരു ഫോമും ഇല്ല, V3 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു V1 ഒരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആമോ, ഈസോ, ആറോ ചേർത്തിട്ടായിരിക്കും നമ്മൾ
അതിനെ പാസീവൈസ് ചെയ്യുക. അപ്പോൾ ആം എന്ന് പറയുന്നത് ഐ, അതിൻ്റെ സബ്ജക്റ്റ് അനുസരിച്ച്. ഇപ്പോൾ ഐ ആണെങ്കിൽ നമ്മൾ ആം കൊടുക്കും. ഇപ്പോൾ സിംഗുലർ ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് ഒരു നൗണാ പറയുന്നതെന്നുണ്ടെങ്കിൽ ഈസ് കൊടുക്കും. പ്ലൂറൽ ആണെങ്കിൽ ആറ് കൊടുക്കും. അതാണ് ആമോ ഈസോ ആറോ എന്ന് പറയുന്നത്. അത് ആ ഒരു സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുക. പിന്നെ നമ്മുടെ V3 വേർബിൻ്റെ തേർഡ് ഫോം മാത്രം. സെക്കൻഡ് പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ റോട്ട് ഒരു V2 ആണ്. V2 ആണെന്നുണ്ടെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ എന്നുള്ളത് കൊടുക്കും. എന്നിട്ട് V3. ദെൻ വിൽ റൈറ്റ് ഫ്യൂച്ചർ ആണ് അല്ലേ. വിൽ റൈറ്റ് ആകുമ്പോൾ നമ്മളൊന്നും കൊടുക്കാണ്ട് ഒരു ബി എന്നുള്ളത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ വിൽ ബി റിട്ടൺ. ആം ഓർ ഈസ് ഓർ ആർ റൈറ്റിംഗ് അത് ഏത് ടെൻസാ? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുന്ന. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുന്ന സമയത്ത് നമ്മൾ സെയിം ആമോ ഈസോ ആറോ കൊടുത്തതിന് ശേഷം ബീയിങ് ആ ഒരു റൈറ്റിംഗ് മാറ്റിയിട്ട് നമ്മൾ റിട്ടേൺ ആക്കി. അപ്പോൾ അതിന് പകരം നമ്മൾ ബീയിങ് ചേർക്കും. അതേപടി തന്നെ വാസ് ഓർ വേർ പാസ്റ്റ് പെർഫെക്റ്റിനും സെയിം റൂൾ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ഹാസ് ഹാവ് റിട്ടൺ. ഹാസ് ഹാവ് പ്ലസ് V3 വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഒരു ബീനും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ പാസീവിലേക്ക് മാറ്റുക. ഹാഡിൻ്റെത് സെയിം ഹാഡ് ബീൻ, ബീ എന്നുള്ളത് പെർഫെക്റ്റ് ആകുമ്പോൾ ഒരു ബീൻ ചേർക്കും. ദെൻ വിൽ ഹാവ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. വിൽ ഹാവ് ബീൻ. അപ്പോൾ പെർഫെക്റ്റ് ആകുമ്പോൾ ബീൻ ഉണ്ടാവും, കണ്ടിന്യൂസ് ആകുമ്പോൾ ബീയിങ് ഉണ്ടാവും. ദെൻ നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് അതിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആം സിമ്പിൾ പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ആം ഈസ് ആറ് കൊടുക്കും. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് ഓർ വേർ കൊടുക്കും. ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിൽ ബി എന്നുള്ളൊരു വേർഡ് കൊടുക്കും എന്നുള്ള. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഷിവ വാസ് ഫ്ലൈയിങ് എ കൈറ്റ്. ഷിവ വാസ് ഫ്ലൈയിങ് എ കൈറ്റ്. ഇവിടെ എ കൈറ്റ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ദിസ് ഈസ് ദ സബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് എടുത്ത് എഴുതും. അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എ കൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബൈ ഷിവ എന്നും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും എല്ലാത്തിനും ഓക്കെയാണ്. ഇനി നമുക്ക് ഈ ഒരു വാസ് ഫ്ലൈയിങ്ങിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതൊരു പാസ്റ്റ് കണ്ടിന്യൂസിലാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഏത് വേർഡ് വേണമെന്നാണ് പറഞ്ഞത് ഞാൻ? ബീയിങ്. നമ്മൾ എന്തായാലും ആ ഒരു V3നെ മാറ്റുകയാണ് ചെയ്യുക. അല്ല, V3യിലേക്ക് മാറ്റുക. അപ്പോൾ ING മാറ്റുന്നതിന് പകരം നമുക്കൊരു ബീയിങ് ചേർത്ത് കൊടുക്കാം. ബീയിങ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എ കൈറ്റ്. ഇവിടെ രണ്ട് ബീയിങ്, ഇവിടെയും ബീയിങ് ഉണ്ട്, ഇവിടെയും ബീയിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് കറക്റ്റ് ആൻസർ എന്നറിയാം. പിന്നെ നമ്മൾ വാസ് ആണ്, അപ്പോൾ പാസ്റ്റിലാണ്. അപ്പോൾ ഇത് പാസ്റ്റിൽ തന്നെ വരണം. എ കൈറ്റ് വാസ് ബീയിങ് ഫ്ലോൺ ബൈ ശിവ. V3 ഒന്നും തപ്പി കണ്ടുപിടിക്കൊന്നും വേണ്ട, ഓൾറെഡി അതിലുണ്ടാവും. നമുക്ക് ഓപ്ഷൻസ് വരുന്നതിനെ കൊണ്ട്. എ കൈറ്റ് വാസ് ബീയിങ് ഫ്ലോൺ ബൈ ശിവ. അപ്പോൾ പാസീവ് ആക്റ്റീവ് പാസീവ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ആ ഒരു ടെൻസിൽ വരുന്ന അല്ലെങ്കിൽ വേർബിൽ വരുന്ന മാറ്റം മാത്രം നമ്മളൊന്ന് നന്നായിട്ട് നോക്കിയാൽ മതി. 8 ടൈപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സംഭവം നമ്മളെപ്പോഴും റൈറ്റ്സ് എന്നുള്ള ഒരു വേർഡ് വെച്ചിട്ട് ചെയ്തതാണ്, ഒരു വേർബ് വെച്ചിട്ട്. അത് വേറെ ഏത് വേർഡ്സിലേക്കും നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. Then next one, our sofa is really old, we need dash it. Our sofa is really old, we need dash it. Choose the most appropriate phrasal verb to fill up the blank. Get rid of, get away with, get out of, get at. Get at means reach എന്നുള്ള അല്ലേ. Our sofa is really old. ശരിക്കും അത് നാശമായിട്ടുണ്ട്. We need to നമുക്കത് അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ള. വി നീഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് എന്നറിയാം. ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്, ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്, ഗെറ്റ് റിഡ് ഓഫ്, ഡിസ്പോസ്, നമുക്കത് ഒഴിവാക്കണം അല്ലേ. ഗെറ്റ് എറ്റ്, റീച്ച്, ഗെറ്റ് അവേ, എസ്കേപ്പ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ ഫ്രേസൽ വേർബ്സ് നന്നായിട്ട് നോക്കുക. കുറേ ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ഇന്ന ക്വസ്റ്റ്യൻസ് വരും അല്ലെങ്കിൽ ഇന്ന ഫ്രേസൽ വേർബ് വരും എന്നുള്ളത്. ലുക്ക്, പുട്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടെ വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഫ്രേസൽ വേർബ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ദെൻ ഷീ സ്പോക്ക് അബൌട്ട് ചിൽഡ്രൻ ഡാഷ് ഫോർച്ചുനേറ്റ് ഡാഷ് ഹർ. She spoke about children dash fortunate dash her. She spoke about children less to, little than, least than, less than. Okay, correct ഏതാണ്? കൺജങ്ഷൻ ഏതാണ്? She spoke about children less fortunate than her. ലെസ്സിന് ശേഷം നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ? than മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ലെസ് than എന്നാ പറയുക, ലെസ് than. അതേപടി തന്നെ സച്ച് ദാറ്റ്, ലെസ്റ്റ് ഷുഡ്, LEST ഷുഡ് എന്നാ പറയുക. ലെസ്റ്റ് കഴിഞ്ഞാൽ പിന്നത്തെ ഇതിൽ വരുന്നത് ഷുഡ് ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്യേണ്ടത്.
Okay, next one. Man, thou art the dash wonderful animal. Fill in the blank with the most appropriate article. Articles ഏതൊക്കെയാണ്? and, the, a. ഇത് മൂന്നുമാണ് ആർട്ടിക്കിൾ അറിയാം. നോ ആർട്ടിക്കിൾ റിക്വയർഡ്. ഇതിവിടെ ആർട്ടിക്കിൾ വേണ്ട എന്നുള്ളത്. ഈ 4 ഓപ്ഷനാണ് ഇവിടെ തന്നത്. ആർട്ടിക്കിൾസ് ഏതാണെന്നറിയാം. എ ആൻഡ് ദ എന്നുള്ളതാണ്. ദ എന്നുള്ളത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. എ ആൻഡ് എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മാൻ ദൗ ആർട്ട് വണ്ടർഫുൾ ആനിമൽ. എ ആണോ ആൻ ആണോ ദായാണോ? നോ ആർട്ടിക്കിൾ അല്ല. എയോ ആനോ ദായാണ്. അതിലേതാ ഒന്നാണോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. ആൻ വണ്ടർഫുൾ ആണോ എ വണ്ടർഫുൾ ആണോ എന്നുള്ള. എ വണ്ടർഫുൾ ആനിമൽ എന്നുള്ള കേട്ടോ. മാൻ ദൗ ആർട്ട് എ വണ്ടർഫുൾ ആനിമൽ എന്ന് പറയാം. എ വണ്ടർഫുൾ ആനിമൽ. നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ ദ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ആ ആളുണ്ടല്ലോ എന്നൊക്കെ പറയൂലേ, നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് പറയുമ്പോൾ നമ്മൾ ദ ചേർത്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ സിംഗുലറിന് എ എന്നുള്ളതാണ്. പിന്നെ ആൻഡ് ബിഫോർ വവൽ സൗണ്ട്സ് ആണ് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ 1 റുപ്പി അതിൻ്റെ മുന്നേ ഒരു ഡാഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ 1 റുപ്പി ആണോ ആൻ 1 റുപ്പി ആണോ എന്നുള്ളത്. അപ്പം നമ്മളെപ്പോഴും ഓ ആണ്, എ ഇ ഐ ഒ യു എന്നുള്ള ആ ഒരു വവൽസ് വെച്ചിട്ട് ഓ ആണല്ലോ, അപ്പം നമ്മൾ ആൻ ആണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇത് തെറ്റാ. 1 എന്നുള്ളത് വ് സൗണ്ടാണ്. വൺ എന്നല്ല നമ്മൾ പറയുന്നത്. അതൊരു കോൺസണൻറ്റ് സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എ 1 റുപ്പി എന്നാണ് പറയാം. എ 1 റുപ്പി. അതേപടി തന്നെ നിങ്ങൾ പറയുന്നൊരു സംഭവമാണ് യൂണിഫോം എന്നറിയാം അല്ലേ. അത് എ യൂണിഫോം ആണോ ആൻ യൂണിഫോം ആണോ എന്നുള്ളത്. അതെപ്പോഴും എ യൂണിഫോമാണ്. എ യാ സൗണ്ടാണ് അവിടെ വരുന്നത്. യാ എന്നുള്ളത് കോൺസണൻറ്റ് സൗണ്ടാണ്, വവൽ സൗണ്ട് അല്ല. യു എന്നുള്ള ലെറ്റർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു വവൽ സൗണ്ടല്ല അവിടെ വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആന് യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് ഏത് സൗണ്ടിലാന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു നോക്കിയിട്ട് വേണം ആന് യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, നൗ നെക്സ്റ്റ്. Dash postulates that language learning is possible through adapting to a culture. ഒരു കൾച്ചറിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മൾ ലേണിംഗ് പഠിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതിലേതാ പറയുന്നത് എന്നുള്ള. ബിഹേവിയറിസം, അക്കൾച്ചറേഷൻ, കോഗ്നിറ്റീവിസം, കൺസ്ട്രക്റ്റിവിസം. പെട്ടെന്ന് ഈ ഒരു 4 ഓപ്ഷനിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇറ്റ് ഈസ് അക്കൾച്ചറേഷൻ എന്നറിയാം. അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ബീയിങ് അഡാപ്റ്റഡ് ടു എ ന്യൂ കൾച്ചർ. പുതിയ കൾച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നതാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ ടു എ ഡിഫറെൻറ്റ് കൾച്ചർ ബിക്കംസ് പാർട്ട് ഓഫ് എ ന്യൂ കൾച്ചർ എന്നൊക്കെ പറയും നമ്മൾ. എന്താണ് അക്കൾച്ചറേഷൻ എന്നുള്ളതിന് പറയുന്നത്. ബാക്കി 3 ഓപ്ഷൻസും നോക്കിയാൽ തന്നെ നമുക്കറിയാം ലാംഗ്വേജ് ലേണിംഗ് ഈസ് പോസിബിൾ ത്രൂ അഡാപ്റ്റിംഗ് ടു എ കൾച്ചർ. ബിഹേവിയറിസം അല്ലെങ്കിൽ കോഗ്നേറ്റീവിസം, കൺസ്ട്രക്റ്റീവിസത്തിലൊന്നുമില്ല. അത് എന്തിൽ മാത്രമാണ് അക്കൾച്ചറേഷൻ എന്നുള്ള പ്രോസസ്സാണ് നമ്മുടെ അഡാപ്റ്റിംഗ് ടു എ ന്യൂ കൾച്ചർ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ. ഐഡൻറ്റിഫൈ ദ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് സെൻറ്റൻസ്. ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് കൊടുക്കാനാണ്. 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ദ സ്ട്രേ കാറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദ ഷാ ഫാമിലി. വി വെൻറ്റ് ടു ദ മൗണ്ടെയ്ൻസ് ഓൺ അവർ വെക്കേഷൻസ്. The girls were planning a surprise party today evening. The boys shouted as the ball rolled into the goalpost. The stray cat was adopted by the Shah family. Correct ആണ്. We went to the mountains on our vacations. So correct. The girls were planning a surprise party today evening. The girls were planning a surprise party today evening. ഇവിടെ ഒരു ടുഡേ എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഇത് പാസ്റ്റിലാവാൻ പാടില്ല. പ്ലാനിങ് ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് സെൻറ്റൻസ് ഏതാണ് ഇതിൽ? ദ ഗേൾസ് ആർ പ്ലാനിങ് എ സർപ്രൈസ് പാർട്ടി ടുഡേ ഈവനിങ്. ദ ബോയ് ഷൗട്ടഡ് ആസ് ദ ബോൾ റോൾഡ് ഇൻ ടു ദ ഗോൾ പോസ്റ്റ്. കറക്റ്റാണ്.
അപ്പോൾ മേ ബി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ അതിൽ ടുഡേ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രസൻറ്റ് ടെൻസിലായിരിക്കണം കൊടുക്കേണ്ടത്. അതിന് പകരം അതിലെ വേർബ് പാസ്റ്റിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതൊക്കെ ആയിരിക്കും നമ്മൾ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കുന്ന സമയത്ത് നമ്മളൊന്ന് നോക്കുക, ഒന്ന് കോൺഷ്യസ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു 4 ഓപ്ഷനിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. Now next one. Our new maths teacher reminds me dash my uncle. Our new maths teacher reminds me dash my uncle. Prepositional verb ആണ് അല്ലേ. റിമൈൻഡ് എന്ന് പറയാം. അപ്പോൾ എബൌട്ട് ആണോ, ബൈ ആണോ, ഓഫ് ആണോ, വിത്ത് ആണോ? റിമൈൻഡ് ഓഫ് എന്ന്. ചില വേർഡ്സുകളുടെ കൂടെ ചില പ്രിപ്പോസിഷൻ മാത്രമേ വരുള്ളൂ. റിമൈൻഡ് ഓഫ് നമ്മൾക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ഹിയർ. എന്താ പറയുക, പ്രിസൈഡ്. ഇത് മുന്നേക്കെ ചോദിക്കാറുണ്ട്. പ്രിസൈഡിന് ശേഷം നമ്മൾ എപ്പോഴും ചേർക്കുന്ന പ്രിപ്പോസിഷൻ എന്താണ്? പ്രിസൈഡ് ഓവർ എന്നാ. റിമൈൻഡ് ഓഫ് then preside over, agree with എന്നുള്ളത് ഒരു പേഴ്സണിനെ അഗ്രി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഗ്രി വിത്ത് എ പേഴ്സൺ പറയും. അഗ്രി ടു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വ്യൂസ് ആണ് അഗ്രി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അഗ്രി ടു എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിപ്പോസിഷണൽ വേർബ്സ് കുറച്ച് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഈ റിമൈൻഡ്സ് എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണാറുണ്ട്. റിമൈൻഡ് ഓഫ് എന്ന് പറയാം. റിമൈൻഡ്സ് എന്നുള്ളൊരു വേർഡ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഓഫ് എന്നുള്ള പ്രിപ്പോസിഷൻ മാത്രം കൊടുത്താൽ മതി, വേറെ ഏതും നമ്മൾ ചെക്ക് ചെയ്യേണ്ട. ഓക്കെ, റിമൈൻഡ്സ് ഓഫ്, റീകോൾ, റിക്കലക്ട് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ദെൻ നെക്സ്റ്റ്, ഡാഷ് എ ഡാഷ് ഓഫ് ബേർഡ്സ് ഫ്ലൂ അവേ. A dash of birds flew away. കളക്റ്റീവ് നൗൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വാം ആണോ, ഹേർഡ് ആണോ, ടീം ആണോ, ഫ്ലോക്ക് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 ഏതൊക്കെ കളക്റ്റീവ് നൗണിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആദ്യം അറിയണം. കളക്റ്റീവ് നൗൺസ് ഫ്ലോക്ക് എന്ന് പറയും, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയും. അതേപടി സ്വാം ബീസിനെയാണ്, തേനീച്ചകളെയാണ് സ്വാം ഓഫ് ബീസ് എന്ന് അറിയാം. അവരുടെ കൂട്ടത്താണ് സ്വാം ഓഫ് ബീസ് എന്ന് പറയാം. പിന്നെ ഹേർഡ് ഓഫ് കാറ്റിൽസ് അതറിയുന്നതാണ്. ടീം ഓഫ് ഹോഴ്സസ്, ഒരു ഹോഴ്സിൻ്റെ കൂട്ടങ്ങളെ നമ്മൾ ടീം ഓഫ് ഹോഴ്സസ്, ടീം എന്നാണ് പറയുക. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡാഷ് ഓഫ് ബേർഡ്സ് ആണ്. ബേർഡ്സിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയുക? ഫ്ലോക്ക് എന്ന് പറയാം. ബേർഡ്സിൻ്റെ ഗ്രൂപ്പിനെ ഫ്ലോക്ക്. ടീം എന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ ഗ്രൂപ്പാണ്. ഹേർഡ് കാറ്റിൽസ് ആണ്. സ്വാം എന്ന് പറയുന്നത് എന്താണ്? ബീസ്. എ സ്വാം ഓഫ് ബീസ് എന്നാണ് പറയാം. BEE. ഓക്കെ, കളക്റ്റീവ് നൗൺസ് ചോദിക്കാറുണ്ട്. കുറേ കളക്റ്റീവ് നൗൺസിൻ്റെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ദെൻ മൈ ആപ്ലിക്കേഷൻ ഫോം വാസ് അക്സെപ്റ്റഡ് ബട്ട് ഹിസ് വാസ് ഡാഷ്. വിച്ച് വേർഡ് ഔട്ട് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു അക്സെപ്റ്റഡ്? അക്സെപ്റ്റ് മീൻസ് എന്താ? സ്വീകരിക്കുക എന്നുള്ളതാണ്. മൈ ആപ്ലിക്കേഷൻ ഫോം വാസ് ആക്സെപ്റ്റഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റോണിം ഏതാന്നുള്ളതാണ്. അത് നിരസിച്ചു എന്നുള്ളതാണ് നമുക്ക് മീനിങ് കിട്ടേണ്ടത്. റിജക്റ്റഡ് ആണോ, റിസീവ്ഡ് ആണോ, അക്വയർഡ് ആണോ, വെൽക്കംഡ് ആണോ? ഓക്കെ, റിജക്റ്റഡ്, നിരസിച്ചു അല്ലേ. ആക്സെപ്റ്റഡ്, റിജക്റ്റഡ് എന്ന് പറയാം. ആക്സെപ്റ്റ് ചെയ്തു, റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഓപ്പോസിറ്റ് മീനിങ്. അപ്പോൾ എപ്പോഴും നോക്കണം, സെയിം മീനിങ് ആണോ ചോദിച്ചത്, ഓപ്പോസിറ്റ് ആണോ എന്നുള്ളത് കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് തന്നെ നോക്കണം. അത് പെട്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ മീനിങ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നമുക്ക് കറക്റ്റ് സെയിം വേർഡിൻ്റെ തന്നെ ആണോ ഓപ്പോസിറ്റ് ആണോ ചോദിക്കാം. നമ്മൾ നേരെ ഓപ്പോസിറ്റൊക്കെ സെയിം മീനിങ് ചോദിച്ചോടത്ത് നമ്മൾ മേ ബി ഓപ്പോസിറ്റൊക്കെ ചെയ്തു പോകും. അപ്പോൾ ബബിൾ ചെയ്തതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടായിരിക്കണം നമ്മൾ ഓരോ ആൻസേഴ്സും ചെയ്യേണ്ടത്. ദെൻ ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എമംഗ് ദ വൺസ് ലിസ്റ്റഡ് ബിലോ. താഴെ കൊടുത്തതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഒന്നുമല്ല, നമുക്ക് ഒന്നുകിൽ എസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ എന്താണ് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഷോർട്ട് ടൈപ്പ്, എസ്സേ ടൈപ്പ് ഒക്കെ ഡിസ്ക്രിപ്റ്റീവാണ്. അപ്പോൾ നമ്മളടുത്ത് ഇവിടെ ചോദിച്ചത് ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓപ്പൺ എൻഡഡ് അല്ല, എസ്സേ ടൈപ്പ് അല്ല, പാരഗ്രാഫ് അല്ല, ഏതാണ്? നമ്മളെ
ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ, എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. തിയേറ്ററിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ലാംഗ്വേജ് ക്ലാസ് റൂം, ഡെമോൺസ്ട്രേഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആർ മെയിൻലി മെൻറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ്, കുട്ടികളെ കൊണ്ട് നമ്മൾ സ്കിറ്റ് ചെയ്യിപ്പിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് എന്തൊക്കെ ഡെവലപ്മെൻറ്റിന് ആണ് എന്നുള്ളതാണ്. ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ബോഡിലി കൈനസ്തെറ്റിക്, ഓൾ ഓഫ് ദി എബവ്. തിയേറ്ററിക്കൽ ആക്ടിവിറ്റീസ് പെട്ടെന്ന് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും, ഇൻട്രാപേഴ്സണൽ ഇംപ്രൂവ് ചെയ്യും, ബോഡിലി കൈനസ്തെറ്റിക് ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദി എബവ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സജസ്റ്റീവ് ഓഫ് ആക്ടിങ്, ഡ്രമാറ്റിക്, ഇതൊക്കെയാണ് നമ്മൾ തിയേറ്ററിക്കൽ എന്ന് പറയാറുള്ളത്, നിങ്ങൾക്ക് അറിയുന്നതാണത്. ദെൻ നെക്സ്റ്റ് വൺ, ഡിസ്ലെക്സിയ ഈസ് എ ഡാഷ് ഡിസേബിലിറ്റി. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡിസ്ലെക്സിയ എന്നുള്ളത് നമ്മളെന്താണ്, ഡിഫിക്കൽട്ടി ഇൻ, ഡിസ്ലെക്സിയ എന്താണ്, ഡിഫിക്കൽട്ടി ഇൻ റീഡിങ് ആണ് കേട്ടോ. ഡിസ്ലെക്സിയ, ഡിസ് മീൻസ് എന്താണ്, ശരിക്കും ഡിഫിക്കൽട്ടി എന്നുള്ളതാണ്. ഡിഫിക്കൽട്ടി ഇൻ റീഡിങ്ങിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയാം. അതേപടി തന്നെ വേറെയും ചോദിക്കുന്നതാണ് ഡിസ്ഗ്രാഫിയ. ഗ്രാഫ് മീൻസ് റൈറ്റിംഗ്, ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ് ആണ് ഡിസ്ഗ്രാഫിയ. ഡിസ്കാൽക്കുലിയ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലുള്ള ഡിഫിക്കൽട്ടീസ് ആണ് ഡിസ്കാൽക്കുലിയ. ആ ഒരു ഡിഫിക്കൽട്ടി ഉള്ള കുട്ടിയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ. ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് പ്രോബ്ലംസ് വിത്ത് മൂവ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ, പ്രോബ്ലംസ് വിത്ത് മൂവ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ, അതിനാണ് നമ്മൾ ഡിസ്പ്രാക്സിയ പറയാറുള്ളത്. ദെൻ അഫാസിയ അല്ലെങ്കിൽ ഡിസ്ഫാസിയ എന്നൊക്കെ പറയുന്നത് ഡിസബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം, ഡിഫിക്കൽട്ട് തോന്നുന്ന കുട്ടികളെ നമ്മളെന്ത് ആ ഒരു സിറ്റുവേഷന് ഡിസ്ഫാസിയ അല്ലെങ്കിൽ അഫാസിയ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ, എഫാസിയ, ഡിസ്ഫാസിയ എന്നൊക്കെയുള്ള വേർഡ്സ്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്ലെക്സിയ ആണ് വന്നതെന്നുണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡിസ്ലെക്സിയ ലേണിംഗ് ഡിസബിലിറ്റി ഇൻ റീഡിംഗ് ആണ് ഡിസ്ലെക്സിയ. നൗ EAP in English language teaching stands for EAP, English for academic proficiency, English for academic purposes, English for administrative purpose, English for adaptive proficiency. EAP means English for academic purposes ആണ് EAP, ഇംഗ്ലീഷ് ഫോർ അക്കാദമിക് പേർപ്പസിനാണ് നമ്മൾ EAP എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും റെഫേഴ്സ് ടു ലാംഗ്വേജ് ആൻഡ് അസോസിയേറ്റഡ് പ്രാക്ടീസസ് ദാറ്റ് പീപ്പിൾ നീഡ് ഇൻ ഓർഡർ ടു അണ്ടർടേക്ക് സ്റ്റഡി. പഠനം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കും എല്ലാ പ്രാക്ടീസസും നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ആസ് അക്കാദമിക്, ഇംഗ്ലീഷ് ഫോർ അക്കാദമിക് പർപ്പസ് എന്നുള്ളതിൽ വരുന്നതാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, language is seen as a complex of grammatical rules which are to be learned one at a time in a set order in dash approach. അപ്പോൾ ഈ ലാംഗ്വേജ് is seen as a complex of grammatical rules which are to be learned one at a time in a set order in dash approach. താഴെ പറയുന്ന ഏത് അപ്രോച്ചിലാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു കോംപ്ലക്സ് ഓഫ് ഗ്രാമാറ്റിക്കൽ റൂൾസ് ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് തന്നെ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ലേൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രക്ചറൽ, ഓഡിയോ ലിങ്കൽ, ഡയറക്റ്റ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ, ഇത് അപ്രോച്ചാണ്. ഇതിൽ അപ്രോച്ച് ഏതാണ്? സ്ട്രക്ചറൽ അപ്രോച്ച് മാത്രമാണ്. മറ്റേത് ഓഡിയോ ലിങ്കൽ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്നാണ് പറയാം. അപ്രോച്ചസ് ഏത് മാത്രമേ വരുന്നുള്ളൂ? നമ്മുടെ സ്ട്രക്ചറൽ അപ്രോച്ച് മാത്രമാണ്. അപ്പോൾ ആൻസർ എന്താണ്? സ്ട്രക്ചറൽ അപ്രോച്ച്. ഇപ്പോൾ ഓഡിയോ ലിംഗ്വൽ എന്നുള്ളത് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ മദർ ടങ്ക് യൂസ് ചെയ്യുകയല്ല. ടാർഗറ്റ് ലാംഗ്വേജ് ഏതാണോ അതിൽ മാത്രമായിരിക്കും നമ്മുടെ ടീച്ചിങ് എന്നുള്ളത്. ഓഡിയോ ഗ്രാമർ ട്രാൻസ്ലേഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മദർ ടങ്ക് ആയിരിക്കും. മദർ ടങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്നുള്ളത്. നമ്മുടെ ഓഡിയോ ലിംഗ്വലിൽ എങ്ങനെ ആയിരിക്കും?
നമ്മൾ പ്രാക്ടീസസ് ഡ്രില്ലിങ്ങിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മെത്തേഡാണ് ഓഡിയോ ലിങ്കൽ മെത്തേഡ്. ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ മതി, ഈ 4 ഓപ്ഷനിൽ അപ്രോച്ച് വരുന്ന ഏത് മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്ട്രക്ചറൽ അപ്രോച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ള ഓർമ്മ ഉണ്ടായാൽ മതി. ഓക്കെ, the structures students master structurally related elements like phonemes, morphemes, words, structures, sentence types to learn ലാംഗ്വേജ്. സ്ട്രക്ചറലി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ചോദിക്കുക, അതിന് വൺ അറ്റ് എ ടൈം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.